നമസ്കാരം, ന്യൂസ് മാരത്തണിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ച ഗവൺമെന്റ് നടപടിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. പ്രതിഷേധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രത്യേക ഉദ്ദേശത്തോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ വാഹനത്തിന് നേരെ ചിലർ ചാടി വീഴുന്ന സംഭവം ഉണ്ടായി. യൂണിഫോമിലുള്ള പോലീസുകാർ പ്രതിഷേധക്കാരെ മാറ്റുന്നതാണ് താൻ കണ്ടത്. തനിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി ജോലി ചെയ്യുന്നവരാണ് തന്റെ അംഗരക്ഷകർ. നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചാടി വീഴുന്ന സമരം നടത്താമോ? നാടിനു വേണ്ടി ചെയ്യുന്നത് മാധ്യമങ്ങൾ കാണുന്നില്ല. മാധ്യമങ്ങൾ നാടിനു വേണ്ടി നല്ലത് ചെയ്യും എന്ന് പറയുന്നു, ചെയ്യില്ല. ഇത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നേതൃത്വത്തിൽ തല്ലിച്ചതച്ചത് പ്രോട്ടോകോൾ ലംഘനം. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചാടി ഇറങ്ങി സമരക്കാരെ ലാത്തികൊണ്ടടിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വ്യൂഹത്തിന്റെ ഭാഗമായ വാഹനം ഇതിനുവേണ്ടി നിർത്തിയിട്ടു. റോഡിലെ പ്രതിഷേധക്കാരെ നേരിടേണ്ടത് ലോക്കൽ പോലീസിന്റെ ചുമതലയാണ്. VIP-കളുടെ വ്യക്തിഗത സുരക്ഷയാണ് ഗൺമാന്മാരുടെ ജോലി. ഇത് ലംഘിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സംഘത്തിലെ മറ്റു 3 പേരും 2 യുവാക്കളെ തല്ലിച്ചതച്ചത്. ലോക്കൽ പോലീസ് കീഴ്പ്പെടുത്തി കഴിഞ്ഞവരെയാണ് ഇവർ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കുകയാണ് ഗവൺമെന്റ് ചുമതലയെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഗൺമാൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ദൗത്യമാണെന്നും ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടിയെടുക്കുമെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്നത് ഭീകര പ്രവർത്തനമാണെന്ന് പറഞ്ഞ ജയരാജൻ കോൺഗ്രസിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപിച്ചു. കല്ലുമെടുത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ ഇറങ്ങട്ടെ എന്നായിരുന്നു EP-യുടെ മറ്റൊരു പ്രസ്താവന. മുസ്ലിം ലീഗ് ഈ പ്രതിഷേധത്തിന് ഒപ്പമില്ല എന്നും ലീഗ് നേതൃത്വം ശരിയായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും EP ജയരാജൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിലായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഡിസ്റ്റാണെന്നും ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ സമനില തെറ്റി. ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് പിടിച്ചു. ജനജീവിതം ദുരിതത്തിലാക്കുന്ന മുഖ്യമന്ത്രി നാട്ടുകാരുടെ പൈസയിൽ രാഷ്ട്രീയം പറഞ്ഞു നടക്കുകയാണെന്നും ആരാന്റെ മക്കളെ റോഡിലിട്ട് ചവിട്ടുമ്പോൾ ആനന്ദിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഓർഡിനൻസിന്റെ അംഗീകാരം നൽകിയ ശേഷം അതേ ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകാത്തത് ചട്ടവിരുദ്ധമെന്ന് സർക്കാരിന് നിയമ ഉപദേശം ലഭിച്ചു. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് ഗവർണർ അംഗീകാരം നൽകുകയും ബില്ലായപ്പോൾ അംഗീകാരം നിഷേധിക്കുകയുമായിരുന്നു. ഇത് തെറ്റായ നടപടിയാണെന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ സർക്കാരിനെ അറിയിച്ചു. ഫാലി എസ് നരിമാൻ, KK വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെയുള്ള നിയമ വിദഗ്ധരാണ് സർക്കാരിന് നിയമ ഉപദേശം നൽകിയിരിക്കുന്നത്. ഒരു നിയമ ഭേദഗതി ഓർഡിനൻസ് ആയി വരുമ്പോൾ അതിന് അംഗീകാരം നൽകുക, നിയമസഭ പാസാക്കിയ ബില്ലായി മുന്നോട്ട് എത്തുമ്പോൾ തടഞ്ഞുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുക എന്ന ഗവർണറുടെ രീതി തെറ്റാണെന്നാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമ ഉപദേശം. കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ED 2 പേരെ മാപ്പു സാക്ഷികളാക്കി. കേസിലെ 33, 34 പ്രതികളെയാണ് മാപ്പു സാക്ഷികളാക്കിയത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പു സാക്ഷികൾ. സ്വമേധയാ മാപ്പു സാക്ഷികളാകുന്നുവെന്ന് പ്രതികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇരുവരും കോടതിയിൽ ഹാജരായി. കേസ് ഈ മാസം 21-ലേക്ക് മാറ്റി. ED നേരത്തെ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ബാങ്ക് ക്രമക്കേടിലെ CPM ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് മാപ്പുസാക്ഷികളെന്നാണ് ED വിലയിരുത്തൽ. CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് ED എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ പറഞ്ഞു. കരുവന്നൂരിലെ തട്ടിപ്പ് പണം CPM അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളാണെന്നും ED കോടതിയിൽ പറഞ്ഞു. അനധികൃത വായ്പയ്ക്കായി അരവിന്ദാക്ഷൻ ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തിയെന്നും കോടതിയെ അറിയിച്ചു. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ED ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ധൃതി പിടിച്ച് നിയമിക്കേണ്ടിയില്ലായിരുന്നുവെന്ന് മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ KE ഇസ്മായിൽ. പാർട്ടിയുടെ കീഴ്വഴക്കം ലംഘിച്ചതായ സംശയം പാർട്ടിക്കാർക്കും വ്യക്തിപരമായി തനിക്കുമുണ്ട്. ബിനോയ് വിശ്വത്തെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാനത്തിന്റെ കത്തുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങളാരും കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്തുടർച്ച അവകാശമില്ല. ബിനോയ് വിശ്വം മികച്ച സഖാവാണ്, നല്ല സംഘാടകനാണ്. ദേശീയ നേതൃത്വം കുറച്ചുകൂടി ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടറിയെ നിയമിച്ചാൽ മതിയായിരുന്നുവെന്നും ഇസ്മായിൽ പാലക്കാട് പറഞ്ഞു.
പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP. പാർലമെന്റ് അതിക്രമത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിലും സംഭവത്തിന് പിന്നിലെ കാരണം രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തൊഴിലില്ലായ്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് യുവാക്കൾക്ക് തൊഴിൽ കിട്ടാതിരിക്കാൻ കാരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർലമെന്റ് അതിക്രമത്തിൽ ഇത് ആദ്യമായാണ് രാഹുൽ പ്രതികരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്റ് അതിക്രമ സംഭവത്തിൽ പ്രതികൾ പ്ലാൻ എ, പ്ലാൻ ബി എന്നിങ്ങനെ 2 പദ്ധതികൾ തയ്യാറാക്കിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി. പ്രമുഖ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ദമ്പതികളടക്കം 4 പേരെ പിടികൂടി ബംഗളൂരു സെൻട്രൽ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം. ഖലീം, ഭാര്യ സബ, ഒബേദ് റാഖി, അദിഖ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. വിധവയാണെന്ന് പറഞ്ഞ് സബയെ വ്യവസായിക്ക് പരിചയപ്പെടുത്തിയത് ഖലീം തന്നെയായിരുന്നു. അടുത്ത ബന്ധം സ്ഥാപിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് സംഘം ശ്രമിച്ചതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. പരിചയപ്പെട്ട് ആഴ്ചക്കുള്ളിൽ വ്യവസായിയുമായി സഭ അടുപ്പം സ്ഥാപിച്ചു. ശാരീരിക ബന്ധത്തിന് വ്യവസായി നിർബന്ധിച്ചു തുടങ്ങിയതോടുകൂടിയാണ് കുടുക്കാൻ തീരുമാനിച്ചത്. വണ്ടിപ്പെരിയാർ കേസിലെ വീഴ്ചയ്ക്കെതിരെ മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വീട്ടിൽ കയറി പ്രതിഷേധിച്ചു. DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഔദ്യോഗിക വസതിയിൽ ഉള്ളപ്പോഴാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർ വസതിയുടെ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറുകയായിരുന്നു. ഇവരെ വനിതാ പോലീസുകാർ തടഞ്ഞെങ്കിലും നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. പരാതി നൽകാനാണെന്ന് പറഞ്ഞാണ് മഹിളാ മോർച്ച പ്രവർത്തകർ വസതിയിലെത്തിയത്. പിന്നീട് ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറുകയായിരുന്നു. ഈ സമയം DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അകത്തുണ്ടായിരുന്നു. സ്ഥലത്ത് വനിതാ പോലീസുകാർ ഇല്ലാത്തതിനാൽ ഇവരെ തടയാനായില്ല. പിന്നീട് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത്. ജാതി സെൻസസിന്റെ പേരിൽ കർണാടകയിൽ വീണ്ടും പ്രതിസന്ധി. ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും BJPയുടെയും ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള MLAമാർ സർക്കാരിന് സംയുക്ത നിവേദനം നൽകി. കർണാടകയിൽ നിലവിലുള്ള ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പാർട്ടി ഭിന്നത മറന്ന് സാമുദായിക ഐക്യം മുൻനിർത്തി MLAമാർ നിവേദനം നൽകിയത്. ലിംഗായത്ത് വിഭാഗത്തിൽ നിന്നുള്ള 49 MLAമാരാണ് സംയുക്ത നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. നിലവിലെ ജാതി സെൻസസ് റിപ്പോർട്ട് ശാസ്ത്രീയമായി തയ്യാറാക്കിയതല്ലെന്ന് MLAമാരുടെ നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. പല ആളുകളുടെയും വിവരങ്ങൾ വിട്ടുപോയതായി വ്യാപക പരാതികളുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള വൊക്കാലിംഗ സമുദായത്തിൽ നിന്നുള്ള MLAമാരും നിലവിലെ ജാതി സെൻസസ് റിപ്പോർട്ടിന് അടിസ്ഥാനമായ വിവരങ്ങൾ ശേഖരിച്ചതിൽ പിഴവുണ്ടെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കത്തുകൊടുക്കാൻ UDF MPമാർ തയ്യാറായത് നവകേരള സദസ്സിന്റെ വിജയമാണെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. നാളിതുവരെ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ തയ്യാറാകാത്തവരാണിവർ. നവകേരള സദസ്സുകളിൽ ഇക്കാര്യങ്ങൾ സർക്കാർ ഉന്നയിച്ചതോടെയാണ് കത്തിൽ ഒപ്പിട്ടതെന്നും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് UDF MPമാർ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ സമീപിച്ച് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് നിവേദനം നൽകിയത്. കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത വിവേചനം കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു. രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും നടപടിയെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ. ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. താൻ ആരെയും വ്യക്തിപരമായി പരിഹസിക്കാറില്ല. രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. 23-ന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം. പരാതിക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കും, രഞ്ജിത്തിനെയും കേൾക്കും. ഏത് സാഹചര്യത്തിലാണ് മോശം പരാമർശം നടത്തിയതെന്ന് ചോദിക്കും. വ്യക്തിപരമായ തർക്കങ്ങളാണ് എല്ലാം. അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ കൈപ്പറമ്പിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ മകൻ വെട്ടുകത്തികൊണ്ട് അമ്മയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ചന്ദ്രമതിയെ ഉടൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പാർലമെന്റിൽ അതിക്രമം കാണിച്ചവർ മാധ്യമ ശ്രദ്ധ നേടാനും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും ആഗ്രഹിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ. തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടമാക്കാനുള്ള ഒരേയൊരു മാർഗമെന്ന നിലയിലാണ് പ്രതികൾ പാർലമെന്റിൽ അതിക്രമം കാട്ടിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പാർലമെന്റിന്റെ വെളിയിൽ സ്വയം തീ കൊളുത്താനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്ന് പ്രധാന പ്രതി സാഗർ ശർമ്മ പോലീസിന് മൊഴി നൽകി. പക്ഷേ പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും സാഗർ മൊഴി നൽകിയിട്ടുണ്ട്.
ബുധനാഴ്ച ശൂന്യവേളയിൽ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് താഴേക്ക് ചാടിയ 2 പ്രതികളിൽ ഒരാളാണ് സാഗർ ശർമ്മ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടക്കാനിരിക്കെ കോഴിക്കോട് സർവകലാശാലയിൽ SFI ബാനറുകൾ ഉയർത്തി. ചാൻസലർ ഗോ ബാക്ക്, മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം, സംഗീത് ചാൻസലർ വാപ്പസ് ചാവോ എന്നിങ്ങനെ 3 ബാനറുകളാണ് ഉയർത്തിയത്. കറുത്ത തുണിയിൽ വെള്ള നിറത്തിലാണ് എഴുത്തുകൾ. സർവകലാശാലയുടെ പ്രവേശന കവാടം പൊളിച്ചിരുന്നു. ഈ ഭാഗത്താണ് ആദ്യത്തെ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. സമാധാനപരമായി ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ പ്രതികരിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ചാൻസലർക്കെതിരെയാണ് തങ്ങളുടെ സമരം. കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് ഗവർണർ എന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ എത്തിയാൽ പ്രതിഷേധമുണ്ടാകും. SFI ഘടകങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന സമരമാണ് നടത്തുകയെന്നും ഹസൻ വ്യക്തമാക്കി. SFIയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളെ അണിനിരന്നുള്ള പ്രതിഷേധത്തിനാണ് തീരുമാനം. 18ാം പടി വഴിയുള്ള അയ്യപ്പ ദർശനം സുഗമമായി നടക്കുന്നുവെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. ഓരോ മിനിറ്റിലും 75ലധികം പേരെ ഇപ്പോൾ പടി കയറ്റുന്നു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും കേരള ആംഡ് പോലീസും ചേർന്ന് 3 ബാച്ചുകളായാണ് 18ാം പടിയിൽ കർമ്മ നിരതരാകുന്നത്. ഓരോ ബാച്ചിലും 40 പേരാണുള്ളത്. 4 മണിക്കൂർ ഇടവേളകളിൽ ബാച്ച് മാറും. ഓരോ 20 മിനിറ്റിലും 18ാം പടിയിൽ നിൽക്കുന്ന 14 പേർ മാറി അടുത്ത 14 പേർ എത്തുന്ന രീതിയിലാണ് ക്രമീകരണമെന്നും മന്ത്രി രാധാകൃഷ്ണൻ അറിയിച്ചു. ശബരിമലയിൽ ഭക്തജനങ്ങളുടെ പ്രവാഹം. അവധി ദിവസമായതിനാൽ ഇന്ന് 90,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. പുലർച്ചെ 1 മണി മുതൽ 6:30 മണി വരെ 21,000 പേർ 18ാം പടി ചവിട്ടി. തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ രാത്രി 12 മണി വരെ 84,793 പേർ 18ാം പടി കയറിയിരുന്നു. പമ്പയിൽ തിരക്കായതോടെ സത്രം, പുല്ലുമേട്, കാനനപാത വഴി സന്നിധാനത്ത് വരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ശബരിമലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായത് വൻ തിരക്കാണെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇന്നലെ വൈകിട്ട് 6 മണി വരെ വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തിയവരുടെ എണ്ണം 18 ലക്ഷത്തിലേറെയാണ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ചിലരുടെ കണ്ണിൽ പൊടിയിടാനുള്ള യാത്രയാണെന്ന് പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ. പലർക്കും സംസ്ഥാനം എങ്ങനെയിരിക്കുന്നു, നിയോജക മണ്ഡലങ്ങളിൽ എന്തു നടക്കുന്നു എന്ന് കാണാനുള്ള യാത്രയാണിത്. അതൊരു പുനരുദ്ധാരണ യാത്രയല്ലെന്നും ബിഷപ്പ് പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഉദ്ദേശങ്ങൾ നല്ലതായിരിക്കാം, എന്നാൽ ഇതെല്ലാം എത്രത്തോളം സഫലമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. പാർലമെന്റ് അതിക്രമത്തിലൂടെ പ്രതികൾ ശ്രമിച്ചത് അരാജകത്വം സൃഷ്ടിക്കാനാണെന്ന് ഡൽഹി പോലീസ്. കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പ്രതിഷേധം നടത്താൻ ശ്രമം നടന്നു. കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷിനും ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നു. തെളിവെടുപ്പിനായി ലോക്സഭാ അധികൃതരെ സമീപിക്കാനാണ് ഡൽഹി പോലീസിന്റെ നീക്കം. കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷ് നീലുവുമായി നിരന്തര ആശയവിനിമയം നടത്തിയെന്ന് പോലീസ് പറയുന്നു. മറ്റൊരു പ്രതി ലളിത് ഫോണുകൾ ഉപേക്ഷിച്ചത് ഹരിയാന, രാജസ്ഥാൻ അതിർത്തിയിലാണെന്നാണ് സംശയം. ഡൽഹിയിലെ ഒരു ഹോട്ടലിലും പ്രതികൾ താമസിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും മാത്രമായിരുന്നു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇതാണിപ്പോൾ കൂടുതൽ ജില്ലയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം കടക്കൽ ക്ഷേത്ര മൈതാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സദസ്സ് മറ്റൊരിടത്തേക്ക് നടത്താൻ തീരുമാനം. ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് ഹൈക്കോടതി തടഞ്ഞതിന് പിന്നാലെയാണ് തീരുമാനം. കടക്കൽ ക്ഷേത്രത്തിൽ നവകേരള സദസ്സിന്റെ വേദി നിശ്ചയിച്ചതിനെതിരെ കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം. കടക്കൽ ബസ് സ്റ്റാൻഡിലേക്കോ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്കോ വേദി മാറ്റണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊല്ലം കുന്നത്തൂർ മണ്ഡലം നവകേരള സദസ്സ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തിൽ നടത്താനുള്ള തീരുമാനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. നവകേരള സദസ്സ് നടത്താൻ ദേവസ്വം ബോർഡായിരുന്നു അനുമതി നൽകിയത്. ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ തീരുമാനം.
ക്ഷേത്രത്തോട് ചേർന്നാണ് നവകേരള സദസ്സിനുള്ള പന്തൽ ഒരുക്കിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ മാസം 18-നാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതോടെ പുതിയൊരു വേദിയിലേക്ക് സർക്കാർ പരിപാടി മാറ്റേണ്ടി വരും. ഗാസയിലെ ഖാൻ യൂനൈസിൽ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ അൽ ജസീറയുടെ ക്യാമറമാൻ സമീർ അബുദാഹയെ ഇസ്രായേൽ സൈന്യം വധിച്ചു. ആക്രമണത്തിൽ ലേഖകൻ വെയിൽസ് ദഹുദൂഹിനും പരിക്കേറ്റു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സ്കൂളിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇരുവരും. ആക്രമണത്തിനു ശേഷം മണിക്കൂറുകളോളം അബുദാഹ രക്തം വാർന്നു കിടന്നു. പരിക്കേറ്റ് കിടന്ന ക്യാമറമാനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് മെഡിക്കൽ സംഘത്തെ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായും ആരോപണമുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 57-ാമത്തെ പാലസ്തീൻ മാധ്യമപ്രവർത്തകനാണ് സമീർ. KSRTC എന്ന ചുരുക്കപ്പേരിനെ ചൊല്ലിയുള്ള ബൗദ്ധിക സ്വത്തവകാശ തർക്കത്തിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് തിരിച്ചടി. കേരളത്തിന് KSRTC എന്ന പേര് ഉപയോഗിക്കാനാവില്ല. കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമായ KSRTCയുടെ ചുരുക്കപ്പേര് ഇനി മുതൽ കർണാടകയ്ക്ക് സ്വന്തം. മദ്രാസ് ഹൈക്കോടതിയാണ് കർണാടകയ്ക്ക് ചുരുക്കപ്പേര് ഉപയോഗ അനുമതി നൽകിയത്. നിലവിൽ കേരളവും കർണാടകയും ഉപയോഗിക്കുന്നത് KSRTC എന്ന ഒരേ ചുരുക്കപ്പേരാണ്. കർണാടക ആദ്യം പേരും ലോഗോയും പേറ്റന്റ് കൺട്രോളർ ജനറലിന് മുമ്പിൽ രജിസ്റ്റർ ചെയ്തു. ഇതാണ് കേരള സ്റ്റേറ്റ് RTCക്ക് തിരിച്ചടിയായത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് കേരള കോർപ്പറേഷൻ അപ്പീൽ നൽകിയേക്കും. നവകേരള സദസ്സ് ജനം തള്ളിക്കളഞ്ഞതിന്റെ കലിപ്പ് തീർക്കാൻ മുഖ്യമന്ത്രിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും CPIM ക്രിമിനലുകളും വഴിയിൽ കാണുന്നവരെല്ലാം തല്ലിച്ചതയ്ക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ അംഗരക്ഷകരും ഗൺമാനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കായികമായി തുടരെ ആക്രമിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന പണിയാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓർത്താൽ നല്ലതാണെന്നും സുധാകരൻ പറഞ്ഞു. ഉത്തർപ്രദേശിൽ പീഡനക്കേസ് പ്രതിയായ BJP MLAക്ക് 25 വർഷം തടവ്. സോൻഭദ്ര ജില്ലയിലെ ദുദ്ധി മണ്ഡലത്തിലെ MLA രാം ദുലധർ ഗോണ്ടിനാണ് തടവ് ശിക്ഷ വിധിച്ചത്. 10.5 ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. സോനാഭദ്ര കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത്. 9 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി. 2014-ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ശിക്ഷ. മയൂപൂർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ പരാതി നൽകിയതിനു ശേഷം 1 വർഷത്തിലേറെയായി MLA കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി കുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. 7 രാപ്പകലുകൾ നീണ്ട ചലച്ചിത്ര വിസ്മയ കാഴ്ചകൾക്കാണ് അനന്തപുരിയിൽ തിരശ്ശീല വീണത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 172 ചിത്രങ്ങളാണ് 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് ആയിരുന്നു മുഖ്യാതിഥി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോര പുരസ്കാരം സ്വന്തമാക്കി റുസ്കെ ഹമാഗുച്ചി സംവിധാനം ചെയ്ത ജാപ്പനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. സൺഡേ സിനിമയുടെ സംവിധായകൻ ഷോഗിർ കൊളിഗോവനാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം നൽകി ആദരിച്ചത്. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം മലയാള ചിത്രം തടവ് സംവിധാനം ചെയ്ത ഫാസിൽ റസാഖിന് ലഭിച്ചു. പാർലമെന്റിൽ 2 യുവാക്കൾ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ പ്രകാശ് രാജ്. യുവാക്കൾ ഭീകരവാദികളാണെന്ന് പറയുന്നു. പാർലമെന്റിന്റെ സുരക്ഷ എന്താണെന്ന് ചിലർ ചോദിക്കുന്നു. എന്നാൽ 6 യുവാക്കൾ എന്തുകൊണ്ട് പാർലമെന്റിൽ അതിക്രമിച്ചു കയറിയെന്ന ചോദ്യം മാത്രം ഉയരുന്നില്ലെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. IFFK സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു പ്രകാശ് രാജിന്റെ പ്രതികരണം. പാർലമെന്റിൽ 6 യുവാക്കൾ പ്രതിഷേധം നടത്തി. അതിന് വിവിധ അഭിപ്രായങ്ങളാണുള്ളത്. പ്രതിഷേധിച്ച യുവാക്കൾ ഭീകരവാദികളാണെന്ന് പറയുന്നു. അവർ ഉപയോഗിച്ച പുക പരത്തുന്ന കുറ്റിയുടെ കഷ്ണം കാണിച്ച് മാധ്യമപ്രവർത്തകർ കോമാളി കളിക്കുന്നു. പാർലമെന്റിന്റെ സുരക്ഷ എന്താണെന്ന് ചിലർ ചോദിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് യുവാക്കൾ ഇങ്ങനെ ചെയ്തതെന്നുള്ള ചോദ്യം മാത്രം ഉയരുന്നില്ലെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച KSU പ്രവർത്തകരെ അംഗരക്ഷകരും ഗൺമാനും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മുഖ്യമന്ത്രിയുടെ യാത്ര ഗുണ്ടകളുടെ അകമ്പടിയിലാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാലോ മുദ്രാവാക്യം വിളിച്ചാലോ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കായികമായി മർദ്ദിക്കാനും വീട് കയറി ആക്രമിക്കാനും പോലീസിനും CPIM ഗുണ്ടകൾക്കും ആരാണ് അധികാരം നൽകിയതെന്നും KC വേണുഗോപാൽ MP ചോദിച്ചു. ആലപ്പുഴയിൽ KPCC സെക്രട്ടറി MJ ജോബിന്റെ വീട് അടിച്ചു തകർത്തിരുന്നു. CPIM പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നാണ് ജോബിന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ സംഘം സഞ്ചരിച്ച ബസ് തടയാൻ ശ്രമിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം.
തിരുവനന്തപുരം കോർപ്പറേഷനെ മറയാക്കിയുള്ള വായ്പാ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാൾ അറസ്റ്റിൽ. കോർപ്പറേഷൻ ജീവനക്കാരി എന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തി തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച അനുവിനെയാണ് ഫോർട്ട് CI വി ഷിബുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. തട്ടിയെടുത്ത 35 ലക്ഷത്തിൽ 18 ലക്ഷം രൂപ അനുവിന്റെ അക്കൗണ്ടിലെത്തി. ചെറിയതുറയിലെ സ്ത്രീകളുടെ സംഘങ്ങളെ കൂടാതെ കൂടുതൽ സ്വയം സഹായ സംഘങ്ങളുടെ വായ്പയും സംഘം തട്ടിയെടുത്തെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജു പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ചെറുതുറയിലെ സ്ത്രീകളുടെ 5 സംഘങ്ങൾക്ക് നൽകിയ വായ്പകൾക്ക് പുറമെ ഭീമാപ്പള്ളിയിലെ 2 സംഘങ്ങൾക്ക് നൽകിയ പണവും തട്ടിപ്പ് സംഘം കൈവശപ്പെടുത്തി. ഇതോടെയാണ് 35 ലക്ഷത്തിലേക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. NDAയുമായി സഖ്യം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ മുതിർന്ന JDS നേതാവ് CK നാണു RJDയിലേക്ക്. ഇക്കാര്യം സംബന്ധിച്ച് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാറുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അടുത്ത ആഴ്ചകളിൽ എല്ലാ ജില്ലകളിലും യോഗം വിളിച്ച് പിന്തുണ ഉറപ്പാക്കിയ ശേഷമാകും തുടർ നീക്കം. മുഴുവൻ ജനാധിപത്യ പാർട്ടികളെയും NDAയ്ക്ക് എതിരെ ഒരുമിച്ച് അണിനിരത്തുകയാണ് ലക്ഷ്യമെന്നും വടകരയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ MS ധോണി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ IPS ഉദ്യോഗസ്ഥന് 15 ദിവസം തടവ് ശിക്ഷ. IPS ഉദ്യോഗസ്ഥൻ സമ്പത്ത് കുമാറിനെയാണ് മദ്രാസ് ഹൈക്കോടതി ശിക്ഷിച്ചത്. സമ്പത്ത് കുമാറിന് അപ്പീൽ നൽകുന്നതിന് വേണ്ടി 30 ദിവസത്തേക്ക് ശിക്ഷാ നടപടികൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നും ജസ്റ്റിസുമാരായ SS സുന്ദറും സുന്ദർ മോഹനനും ഉത്തരവിട്ടു. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമെതിരായി സമ്പത്ത് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ധോണി കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. IPL വാതുവെപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് MS ധോണി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. അഴിമതിയിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴിച്ചു എന്നായിരുന്നു ധോണിയുടെ ആരോപണം. 100 കോടി രൂപ നഷ്ടപരിഹാരമാണ് കേസിൽ ധോണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃതമായി മാംസ വിൽപ്പന നടത്തിയതിന് മധ്യപ്രദേശിൽ 10 കടകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. തുറസായ സ്ഥലത്ത് മാംസ വിൽപ്പന തടയണമെന്ന മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉജ്ജയിനിയിലെ നടപടി. ഉജ്ജയിനിയിലെ കടകൾ അടച്ചുപൂട്ടുകയോ നടപടി നേരിടേണ്ടി വരികയോ ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ BJP പ്രവർത്തകനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് 3 പേരുടെ വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ഫാറൂഖ്, ബിലാൽ, അസ്ലം എന്നിവരുടെ വീടുകളാണ് പൊളിച്ചു നീക്കിയത്. ചായക്കടയിൽ പഴംപൊരിയുടെ രുചിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. വെട്ടൂർ വലയൻകുഴി ഒലിപ്പുവെള വീട്ടിൽ രാഹുലിനെയാണ് കുത്തിയത്. സംഭവത്തിൽ വെട്ടൂർ അരിവാളവും അൽത്താഫിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. മേൽവെട്ടൂർ ജംഗ്ഷനിലെ ചായക്കടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 സംഭവം. ചായക്കടയിൽ നിന്നും പഴംപൊരി വാങ്ങിക്കഴിച്ച രാഹുൽ അതിന്റെ രുചിക്കുറവിനെ കുറിച്ച് കട നടത്തിപ്പുകാരനോട് തർക്കിച്ചു. കടയിൽ ചായ കുടിക്കുകയായിരുന്ന അൽത്താഫ് പ്രശ്നത്തിൽ ഇടപെട്ടു. തുടർന്ന് രാഹുലും അൽത്താഫും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. ഇതിനിടെ അൽത്താഫ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് രാഹുലിന്റെ മുതുകത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 8 കൊല്ലത്തിനിടെ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 7 പേർ. വാഗേരി സ്വദേശി പ്രജീഷാണ് ഏറ്റവും അവസാനത്തെ ഇര. 30 കൊല്ലത്തിനിടെ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 116 പേർക്ക് ജീവൻ നഷ്ടമായി. വയനാട് ചുരത്തിൽ പോലും അടുത്തിടെ കടുവയെ കണ്ടു. 2015 ഫെബ്രുവരി 10 നൂൽപ്പുഴ പഞ്ചായത്തിലെ മൂക്കുത്തിക്കുന്നിൽ ഭാസ്കരൻ എന്ന 66-കാരൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേ വർഷം ജൂലൈയിൽ കുറിച്യാട് വനപ്പ് ഗ്രാമത്തിൽ ബാബുരാജ് എന്ന 23-കാരൻ, നവംബറിൽ തോൽപ്പെട്ടി റേഞ്ചിലെ വനംവകുപ്പ് വാച്ചർ കക്കേരി കോളനിയിൽ വസേവ എന്ന 44-കാരൻ എന്നിവരും കൊല്ലപ്പെട്ടു. 2019 ഡിസംബർ 24 വെത്തേരി പച്ചാടി കാട്ടുനായ്ക്കൻ കോളനിയിലെ 60-കാരനായ ജഡയൻ എന്ന മസ്തയും കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2020 ജൂൺ 16 വസവൻകുലി കാട്ടുനായ്ക്കൽ കോളനിയിലെ ശിവകുമാർ എന്ന യുവാവും കടുവയ്ക്കിരയായി. CID, തേരെ ഇഷ്കുമേം, ഖയൽ തുടങ്ങിയ പരമ്പരകളിലൂടെ ജനപ്രീതി ആർജിച്ച നടിയാണ് വൈഷ്ണവി. കഴിഞ്ഞ ദിവസം എക്സിൽ വൈഷ്ണവി പോസ്റ്റ് ചെയ്ത വീഡിയോ എല്ലാവരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ്. മുഖത്ത് മുറിവോടുകൂടിയായിരുന്നു നടി പ്രത്യക്ഷപ്പെട്ടത്. തന്നെ വീട്ടുകാർ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണമെന്നുമാണ് വീഡിയോയിൽ വൈഷ്ണവി പറയുന്നത്. ഇതിനോടൊപ്പം മുഖത്ത് മുറിവേറ്റ അടയാളങ്ങളും അവർ കാണിക്കുന്നുണ്ട്. വീട്ടുകാരുടെ മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായതാണ് മുറിവുകളെന്നാണ് ഇവർ ആരോപിക്കുന്നത്. IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ തലപ്പത്ത് നാടകീയ മാറ്റം. രോഹിത് ശർമ്മയെ ഒഴിവാക്കി ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ ടീമിന്റെ നായകനായി നിയമിച്ചു. 2 സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനായിരുന്ന ഹാർദിക് ഈ സീസണിലാണ് മുംബൈയിലേക്ക് തിരികെ എത്തിയത്. ടീമിന്റെ ഭാവി കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനമെന്ന് മുംബൈ ഇന്ത്യൻസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 2013 മുതൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനാണ് രോഹിത് ശർമ്മ.
രോഹിത്തിന്റെ ക്യാപ്റ്റൻസി കരുത്തിലാണ് മുംബൈ 5 IPL കിരീടങ്ങൾ നേടിയത്. ക്രിക്കറ്റിൽ പുതിയ പരീക്ഷണത്തിന് BCCI ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വിജയത്തിന് പിന്നാലെ അടുത്ത കൊല്ലം പുതിയ T10 ഫ്രാഞ്ചൈസി ലീഗ് ആരംഭിക്കാനാണ് ആലോചന. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തന്നെ ലീഗ് ആരംഭിക്കാനുള്ള പണിപ്പുരയിലാണ് BCCI. IPL മാതൃകയിലെ പുതിയ പരീക്ഷണത്തിന് ഒട്ടേറെ കടമ്പകളുണ്ട്. IPL ടീമുകളുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം. IPL ടീമുകളും BCCIയും തമ്മിലുള്ള കരാർ അനുസരിച്ച് IPL പോലുള്ള ലീഗുകൾ ആരംഭിക്കുന്നതിന് മുഴുവൻ ടീമുകളുടെയും അനുമതി ആവശ്യമാണ്. എന്നാൽ പുത്തൻ പരീക്ഷണത്തിന് ഫ്രാഞ്ചൈസികളിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1700-ലേറെ ലോക്കോ പൈലറ്റുമാർ മദ്യപിച്ച് ട്രെയിൻ ഓടിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെള്ളിയാഴ്ച രാജ്യസഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. 1761 ലോക്കോ പൈലറ്റുമാരാണ് പരിശോധനയിൽ പരാജയപ്പെട്ടതെന്നും ഇതിൽ ഭൂരിഭാഗവും ചരക്ക് തീവണ്ടികൾ ഓടിക്കുന്നവരാണെന്നും മന്ത്രി അറിയിച്ചു. പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയ ലോക്കോ പൈലറ്റുമാരെ ട്രെയിൻ ഓടിക്കാൻ അനുവദിക്കാറില്ലെന്നും ചട്ടങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ ശിക്ഷണ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ലോക്കോ പൈലറ്റുമാർക്കായി നടത്തിയ ബ്രീത്ത് അനലൈസർ ടെസ്റ്റിനെ കുറിച്ചുള്ള BJP MP സുശീൽ കുമാർ മോദിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പാർട്ട് ടൈം ജോലി തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ കൂടി പിടിയിൽ. തമിഴ്നാട് ആമ്പൂർ സ്വദേശി രാജേഷ്, ബംഗളൂരു കുറുമ്പനഹള്ളി ചക്രധർ എന്നിവരെയാണ് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായി യൂട്യൂബ് ലൈക്ക് ചെയ്യുന്നത് വഴി വരുമാനം നേടാൻ 1000 രൂപ നിക്ഷേപിച്ചാൽ വൻ തുക വരുമാനം ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. സൈബർ പോലീസ് സ്റ്റേഷൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 50ഓളം അക്കൗണ്ടുകളിൽ നിന്നായി 250 കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തെ വിവിധ കോടതികളായി കെട്ടിക്കിടക്കുന്നത് 5 കോടിയോളം കേസുകളാണെന്ന് നിയമമന്ത്രി. സുപ്രീം കോടതിയിൽ മാത്രം ഇനിയും തീർപ്പാക്കാനുള്ളത് 80,000 കേസുകളാണെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഡിസംബർ 1 വരെയുള്ള കണക്കനുസരിച്ച് തീർപ്പാക്കാനുള്ള 5,08,85,856 കേസുകളിൽ 61 ലക്ഷം കേസുകളും ഹൈക്കോടതി തലത്തിലുള്ളതാണെന്നും നിയമമന്ത്രി അർജുൻ റാം രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. ജില്ലാ കോടതികളിലും കീഴ്ക്കോടതികളിലുമായി ഏകദേശം 4.46 കോടി കേസുകളാണ് തീർപ്പാക്കാനുള്ളത്. ഇന്ത്യൻ നീതിന്യായ കോടതികളിൽ അനുവദിക്കപ്പെട്ട അംഗസംഖ്യ 26,568 ജഡ്ജിമാരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയിൽ ഇത് 34 ജഡ്ജിമാരും ഹൈക്കോടതിയിൽ 1,114 ജഡ്ജിമാരുമാണ്. 25,420 ജഡ്ജിമാരാണ് ജില്ലാ കീഴ്ക്കോടതിയിലെ ആകെ അംഗസംഖ്യ. കോഴിക്കോട് കൊടഞ്ചേരിയിൽ യുവാവിനെ കൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ കേസിൽ മുഖ്യപ്രതിയുടെ ഭാര്യയും അറസ്റ്റിൽ. കൊടഞ്ചേരി നൂറന്തോട് മുട്ടിൽത്തോട് ചാലുപ്പുറത്ത് തങ്കച്ചന്റെ മകൻ നിതിന്റെ കൊലപാതകത്തിൽ 1-ാം പ്രതി കുപ്പായക്കോട് കൈപ്പുറം വെളങ്ങാട്ട് അഭിജിത്തിന്റെ ഭാര്യ സരിതയെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിതിനെ വിളിച്ചു വരുത്തിയത് സരിതയാണെന്നാണ് പോലീസിന്റെ അന്വേഷണം. ഇതേ തുടർന്നാണ് കേസിൽ പ്രതി ചേർത്തത്. 17-കാരൻ ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്തൃമാതാവിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ വൈറലായ +2 അധ്യാപികയെ പുറത്താക്കിയതായി സ്കൂൾ അധികൃതർ. തെവലക്കര സ്വദേശിയായ മഞ്ജുമോൾ തോമസ് എന്ന അധ്യാപികയാണ് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. ഇതുപോലെ ഒരു അധ്യാപികയെ ഇവിടെ തുടരാൻ അനുവദിക്കില്ലെന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. അമ്മായിയമ്മയെ അധ്യാപിക മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടപ്പോൾ ഇതൊരു പുതിയ അറിവാണെന്നാണ് തോന്നിയതെന്നും പ്രിൻസിപ്പൽ പ്രതികരിച്ചു. അത് കണ്ടപ്പോൾ അതിശയം തോന്നി. ഇവിടുത്തെ അധ്യാപികയാണോ എന്ന് സംശയം തോന്നി. ഇതേക്കുറിച്ച് വിശദമായി ആലോചിച്ച് അധ്യാപികയെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അധ്യാപികയെ പുറത്താക്കിയ വിവരം എല്ലാ ക്ലാസുകളിലും രക്ഷിതാക്കളെയും അറിയിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു. കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം വെള്ളക്കെട്ടിൽ കണ്ടെത്തി. കാർത്തികപ്പിള്ളി മഹാദേവി അജ്മൽ നിവാസിൽ പ്രസാദിന്റെ മൃതദേഹമാണ് ഇന്നലെ ഉച്ചയോടെ കുടുംബ വീടിന് സമീപമുള്ള വെള്ളക്കെട്ടിൽ നിന്നും കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മുതൽ പ്രസാദിനെ കാണാനില്ലായിരുന്നു. പാലക്കാട് ജോലിക്കായി പോകുന്നുവെന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ പിന്നീട് വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്നാണ് തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷണം നടത്തി വരുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ്, ഹരിപ്പാട് അഗ്നിരക്ഷാ സേന എന്നിവർ എത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. വടക്കൻ ഗാസയിൽ സ്വന്തം പൗരന്മാരായ 3 ബന്ദികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിച്ച് അബദ്ധത്തിൽ നടത്തിയ വെടിവെപ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വിശദീകരിച്ചു. യോദാം ഹോം, സമ്മർ, തലേക്ക, അലോൺ ഹാരിബ്സ് എന്നീ ഇസ്രായേൽ ബന്ദികളാണ് കൊല്ലപ്പെട്ടത്.
വടക്കൻ ഗാസയിലെ ഷെജയിൽ പ്രവർത്തിക്കുന്ന സൈനിക സംഘമാണ് മൂവരെയും കൊലപ്പെടുത്തിയതെന്നാണ് IDF അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 4-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിനിടെ പിടിയിലായ 100ഓളം പേർ ഇപ്പോൾ ഗാസയിൽ ബന്ദികളായി തുടരുന്നുണ്ട്. ദാരുണമായ സംഭവത്തിൽ പശ്ചാത്തപിക്കുന്നു എന്ന് അറിയിച്ച ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അറിയിച്ചു. വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് ഇന്ത്യക്ക്. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 342 റൺസിന് കെട്ടുകെട്ടിച്ച ഇന്ത്യ വെറും 2.5 ദിവസം കൊണ്ടാണ് ഉജ്ജ്വല ജയം സ്വന്തമാക്കിയത്. 479 റൺസ് വിജയ ലക്ഷ്യമായി മൂന്നാം ദിനം ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിന് 131 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ദീപ്തി ശർമ്മയുടെ തകർപ്പൻ ബോളിംഗ് ആണ് രണ്ടാം ഇന്നിംഗ്സിലും ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചത്. 8 ഓവറിൽ 32 റൺസ് വഴങ്ങി ദീപ്തി 4 വിക്കറ്റിന് വീഴ്ത്തി. ഇംഗ്ലണ്ടിനെ ഒന്നാം ഇന്നിംഗ്സിൽ ദീപ്തി വെറും 7 റൺസിന് 5 വിക്കറ്റ് വീഴ്ത്തുകയായിരുന്നു. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി കൂടി നേടിയ ദീപ്തിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സുരേഷ് ഗോപി അഭിനയിക്കുന്ന 257ാമത് സിനിമയ്ക്ക് കൊച്ചിയിൽ തുടക്കമിട്ടു. സനൽ വി ദേവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽ വി ദേവൻ. മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ വിനീത് ജെയിനും സഞ്ജയ് പടിയൂരും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇടപ്പള്ളി അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ ലളിതമായി നടന്ന പൂജാ ചടങ്ങോടുകൂടിയാണ് ചിത്രത്തിന് തുടക്കമായത്. സുരാജ് വെഞ്ഞാറമൂട് സ്വിച്ച് ഓൺ കർമ്മ നിർവഹിക്കുകയും രാജാസിംഗ് ഫസ്റ്റ് ക്ലാപ്പ് നൽകുകയും ചെയ്തുകൊണ്ടായിരുന്നു സിനിമയുടെ തുടക്കം. ഇതോടുകൂടി ന്യൂസ് മാരത്തൺ പൂർണ്ണമാകുന്നു. നമസ്കാരം.